മോദി പരാമർശത്തിൽ സൂറത്ത് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ എംപി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി ലോക്സഭാ സെക്രട്ടേറിയറ്റ്. ഇന്നലെ മുതൽ അയോഗ്യനാക്കിയാണ് വിജ്ഞാപനം ഇറക്കിയത്. തെരഞ്ഞെടുപ്പിൽ 6 വർഷം മത്സരിക്കാൻ വിലക്കുണ്ടാകും. വിധിക്ക് സ്റ്റേ ഇല്ലെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത. വിധി നിയമപരമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിവിധ പ്രതികരണങ്ങളിലേക്ക് പോകും മുമ്പ് ഇപ്പോൾ കെ സുരേന്ദ്രൻ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ, മാധ്യമങ്ങളെ കാണുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. എംഎൽഎമാരും ഇന്ത്യയിൽ കോടതി വിധികളെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ സംഭവമേ അല്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കളെക്കാൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ന് കേരളത്തിലെ CPM നേതാക്കന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നു, ഇടതുമുന്നണി കൺവീനർ പ്രസംഗിച്ചു, MA ബേബിയുടെ പ്രസ്താവന വന്നു. വലിയ വാശിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട്, അഴിമതിക്കാരനായിട്ടുള്ള ഒരു നേതാവിന് വേണ്ടിയിട്ട്, രാജ്യത്തിനെതിരെ ഇന്ത്യക്ക് പുറത്തുപോയി സംസാരിക്കുന്ന ഒരു നുണയന് വേണ്ടിയിട്ട് ഇവിടെ CPM ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി നടത്തിയത് ഒരു ജനതയെ മുഴുവൻ ആക്ഷേപിക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു സമുദായത്തെ, നരേന്ദ്രമോദിയോടുള്ള വിരോധം കാരണം ഒരു സമുദായത്തെ മുഴുവൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചു. അതിനെതിരെയാണ് കേസ് പോയത്. അത് കോടതി ശിക്ഷിച്ചതാണ്. BJPയോ മോദിയോ അല്ല അദ്ദേഹത്തെ ശിക്ഷിച്ചത്. ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. അദ്ദേഹത്തിന് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാമെന്നല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. ഈ നാടകം ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ മേൽക്കോടതികൾ ഈ കോടതി വിധി റദ്ദ് ചെയ്യാതിരുന്നാൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് മലയാളികളായിരിക്കും, വയനാട്ടിലെ ജനങ്ങളായിരിക്കും. കാരണം വയനാട്ടിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു MPയെ ഇന്ന് ആവശ്യമുണ്ട്. വല്ലപ്പോഴും ആണ്ടിലും സംക്രാന്തിക്കും ഒരു ദിവസം വരികയും ഒരു ചായക്കടയിൽ കയറി 2 പൊറോട്ടയും കഴിച്ച് പോവുകയും ചെയ്യുന്ന ഒരു MPയെ അല്ല വയനാട്ടുകാർക്ക് വേണ്ടത്. ഈ കോടതി വിധി ആശ്വാസകരമായിട്ടുള്ളൊരു വിധിയാണ് ജനങ്ങളെ സംബന്ധിച്ച്. വയനാട്ടിലെ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട സേവനം ആഗ്രഹിക്കുന്നവരാണ്, കുറച്ചുകൂടി മെച്ചപ്പെട്ട സേവനം അർഹിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു MPയെ അല്ല വയനാടിന് വേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജുഡീഷ്യറി, നീതിന്യായ കോടതികൾ അദ്ദേഹത്തിന്റെ വിധി റദ്ദ് ചെയ്യാതിരുന്നാൽ അത് വയനാട്ടുകാർക്ക് വലിയൊരു മെച്ചപ്പെട്ട ഒരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കോൺഗ്രസും CPMഉം ഒരുമിച്ചാണ്. ഇപ്പോൾ അഴിമതിക്കാരെല്ലാം ഒരുമിച്ചാണ്. ജയിലിൽ പോകാൻ കിടക്കുന്നവരും, ബെയിലിൽ നിൽക്കുന്നവരും, ജയിൽ കാത്ത് കഴിയുന്നവരും. മുഖ്യമന്ത്രിയുടെയൊക്കെ രോഷപ്രകടനം കണ്ടില്ലേ? അതുകൊണ്ടാണ് 1 വർഷമായിട്ട് ലോകായുക്തയുടെ വിധി ഇപ്പോൾ പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നത്. ലോകായുക്തയുടെ വിധി, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിധി 1 വർഷമായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ വിധി പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിനെക്കുറിച്ച് ആളുകൾ സംശയം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കോടതിയിൽ ആൾക്കാർ പോയിരിക്കുകയാണ്. അഴിമതിക്കാരായ ആളുകളുടെ ഒരു സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹസ്ര കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ചെയ്തവരാണ്. അവരുടെ കേസാണ്. ഇനിയും രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസുകളുണ്ട്. ഇനിയും രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇതിനേക്കാൾ ഗുരുതരമായ കേസുകളുണ്ട്. അപ്പോഴൊക്കെ ബഹളം വയ്ക്കാൻ കോൺഗ്രസുകാരും CPMമാരും ഇറങ്ങിയാൽ നമ്മുടെ നാട്ടിൽ നീതിന്യായ സംവിധാനമല്ലേ? ഈ രാഹുൽ ഗാന്ധി, ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് നിയമത്തിന് അതീതരായിട്ടുള്ള ആൾക്കാരാണോ? അവർക്ക് ഇന്ത്യയിലെ നിയമങ്ങളൊന്നും ബാധകമല്ലേ? മറ്റു പാർട്ടിയുടെ MPമാരും MLAമാരും അയോഗ്യരാക്കപ്പെട്ടിട്ട് അവരാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ, ഇവരെ നിയമം അനുസരിക്കാൻ പാടില്ലാത്തവരാണോ? സുപ്രീം കോടതി വിധി അംഗീകരിക്കേണ്ടതാണോ? ഒരു മജിസ്ട്രേറ്റ് കോടതി 2 വർഷം തടവ് ശിക്ഷ വിധിച്ചാൽ പാർലമെന്റ് ആ നിയമം അനുസരിച്ച് അയാളെ അയോഗ്യനാക്കേണ്ടെന്നാണോ? എന്താ മറുമരുന്ന് ഇവർ പറയുന്നത്? അതുകൊണ്ട് അങ്ങേയറ്റം തെറ്റായ പ്രചരണമാണ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേരളത്തിൽ ഇപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ സ്നേഹമാണെങ്കിൽ പിണറായി വിജയൻ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന്. രാഹുൽ ഗാന്ധിയുടെ ഒഴിവ് അവിടെ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഒരുമിച്ച് നിന്നാൽ പോരെ? എന്തിനാണ് ഇത്രയും വേവലാതി? നിങ്ങൾ 2 കൂട്ടരും കൂടെ മത്സരിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ എടുത്തോളൂ. ഈ രാഷ്ട്രീയം ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് പരിഹാസ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തെ MP അല്ലാതാക്കിയതാണ്. അദ്ദേഹത്തെ ആരാണ് MP അല്ലാതാക്കിയത്? BJP ആണോ? മോദിയാണോ? കോടതിയാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത്. അത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് അവസരമാണിത് എന്നാണ്. വല്ലപ്പോഴും വന്നുപോകുന്ന MPയാണ് വയനാട്ടിൽ ഉള്ളത്. അതിൽ നിന്ന് സാഹചര്യം മാറും. അതുകൊണ്ട് കോടതികൾ, മേൽക്കോടതികളും ഈ വിധിയെ ശരിവെക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും BJPയുടേത് രാഷ്ട്രീയ പകപോക്കൽ ആണ് എന്നും
തെരഞ്ഞുപിടിച്ച് രാഹുൽ ഗാന്ധിയെ ഒറ്റപ്പെടുത്തുകയും അയോഗ്യനാക്കുകയുമാണ് എന്ന രൂക്ഷമായ വിമർശനം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കഴിഞ്ഞു. നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടും എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചത്. लोकतंत्र के उसूलों के अनुसार और संविधान के तहत और उसकी रक्षा के लिए और जनता के हकूक के लिए लड़ने वालों का मुंह बंद करने के लिए उनको सदन से बाहर डाला गया है. ബി.ജെ.പി അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി, രാഷ്ട്രീയമായും നിയമപരമായും വിഷയത്തെ നേരിടുമെന്ന് അഭിഷേക് മനു സിംഗ്വിയും പറഞ്ഞു. A point which we may or may not take. I'm not saying that everything Rahul Gandhi needs to take because he's fearless. He knows in his conscience. He has full reliance on the law. But there is a debatable issue. I'm only flagging the issue, which I did not mention yesterday. That though the conviction is by a court, in Rahul Gandhi's case, the disqualification under Article 103 of the Constitution has to be by the President of India. And under 103, the President of India has to first, before disqualifying Sri Rahul Gandhi, take an opinion, a recommendation from the Election Commission. Admittedly, it is not done. In the interest of fairness and completeness, I must let you know also that in a case called Lok Prahari, നടപടിയുടെ വേഗം ഞെട്ടിപ്പിക്കുന്നത് എന്നായിരുന്നു ശശി തരൂർ എംപിയുടെ പ്രതികരണം. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള അജണ്ടയെന്ന് കെ.സി. വേണുഗോപാലും പ്രതികരിച്ചു. പാർലമെന്റിലെ അവകാശ ലംഘനമായാലും രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയച്ചതായാലും ഇപ്പൊ ഈ കേസായാലും ഇനി 18ഓളം കേസുകൾ അദ്ദേഹത്തിന് വീണ്ടും ഇനിയുണ്ട്. പല കോടതികളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് രാഹുൽ ഗാന്ധിയെ. അപ്പൊ യഥാർത്ഥത്തിൽ അഭിമന്യുവിനെ പത്മവ്യൂഹത്തിൽ കുടുക്കിയതുപോലെ രാഹുൽ ഗാന്ധിയെ ചുറ്റിനും കേസുകൾ കൊണ്ട് വളഞ്ഞു പിടിച്ചു കുടുക്കി രാഹുൽ ഗാന്ധിയുടെ നാവടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, രാഹുൽ ഗാന്ധിയെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ടുള്ള, ജയിലിലടച്ച് പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയാണ് നരേന്ദ്രമോദിയും സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാസിസം രാജ്യത്ത് പത്തിവിടർത്തിയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. ശ്രീ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനും രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഇല്ലാതാക്കാനും ഫാസിസ്റ്റ് ശക്തികൾ നരേന്ദ്രമോദി ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കേരളത്തിലടക്കം ഈ രാജ്യത്തെ എല്ലായിടത്തും ജനാധിപത്യ വിശ്വാസികൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് എതിരായിട്ട് വന്നിരിക്കുന്ന ഈ കോടതി വിധി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജുഡീഷ്യറിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇതിനുമേൽ കോടതികളുണ്ട്. ആ കോടതികളിൽ നിന്ന് നീതി തേടി അദ്ദേഹം ആ കോടതികളെ സമീപിക്കുകയും അദ്ദേഹത്തിന് നീതി കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ശബ്ദമില്ലാതാക്കാൻ രാഹുൽ ഗാന്ധിയുടെ ശബ്ദമാണ് അവരെ അലോസരപ്പെടുത്തുന്നത്. ജനാധിപത്യത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന ഹിംസാത്മക കടന്നാക്രമണം എന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഇന്നലെ സൂറത്ത് കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ തന്നെ രാഹുൽ അയോഗ്യനാക്കപ്പെട്ടേക്കും എന്ന് നിയമവിദഗ്ധർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് സ്പീക്കർ നടത്തിയ നിയമോപദേശം, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നടപടി. ഇനി ഏത് തരത്തിൽ മുന്നോട്ടു പോവുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. അഭിലാഷ്, കോൺഗ്രസിനകത്ത് ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും എത്തിയിരിക്കുന്നു. അവിടെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. AICC ആസ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട പ്രവർത്തകരെ എത്തിച്ചേരാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അവിടെയും തുടർ നടപടികളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏതായാലും ഈ വിധിക്കെതിരെ മേൽക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് സമ്പാദിക്കാതെ തൽക്കാലം രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് പോകാനാകില്ല. അതിനുവേണ്ടിയുള്ള നിയമപരമായ നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു എന്നത് വ്യക്തവുമാണ്. മറുവശത്ത് രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാനും നേരിടാനുമുള്ള ശ്രമങ്ങളും കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിയമപരമായി നോക്കുമ്പോൾ ഈ അയോഗ്യനാക്കുന്ന നടപടിയിലെ ക്രമങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യമായിരിക്കും പ്രധാനമായും കോൺഗ്രസ് ഉയർത്തി കാണിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകൾ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാണിച്ചതുപോലെ ആർട്ടിക്കിൾ 103 പ്രസിഡന്റിന് ആണ് ഡിസ്ക്വാളിഫയിങ്ങിനുള്ള അധികാരം കൊടുക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രസിഡന്റിൻ്റെ നീക്കം
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നിയമപരമായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കും. അതേസമയം ഇത് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് സമാനമായൊരു ഉത്തരവ് നൽകാൻ കഴിയും എന്ന നിലപാടാണ് ഒരു വിഭാഗം വിദഗ്ധരും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കോടതി ഇത്തരത്തിൽ ഒരു കേസ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഒരു വിധി പ്രസ്താവന നടത്തിയൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള ഉത്തരവ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന് പുറത്തിറക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഈ മറ്റൊരു മേൽക്കോടതിയിൽ നിന്ന്, ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി സമ്പാദിക്കുകയാണെങ്കിൽ ഈ ഉത്തരവിനെ മറികടക്കാൻ ആ വിധിക്ക് കഴിയുകയും ചെയ്യും. ഏതായാലും നിയമപരമായി ആ വിഷയങ്ങൾ വളരെ ശക്തമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതേസമയം BJP വിരുദ്ധ ചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ഏകീകരണം നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയും. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് BJP വിരുദ്ധ ചേരിയിലുള്ള രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ മുന്നോട്ട് വരികയും ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കടുത്ത ഭാഷയിലാണ് ഈ നീക്കത്തെ വിമർശിച്ചത്. അദ്ദേഹം രാഹുലിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. ജനാധിപത്യത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന ഹിംസാത്മകമായ കടന്നാക്രമണത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കപ്പെട്ട സംഭവം എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. രാഹുൽ നടത്തിയത് രാഷ്ട്രീയ പ്രസംഗമാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് നൽകിയതും കോടതി വിധി മുൻനിർത്തി ലോക്സഭാ അംഗത്വം അയോഗ്യത കൽപ്പിച്ചതും എതിരഭിപ്രായങ്ങളെ അധികാരം ഉപയോഗിച്ച് അമർച്ച ചെയ്യുന്ന ഫാസിസ്റ്റ് രീതിയാണ് എന്ന് പിണറായി വിജയൻ ആക്ഷേപിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാന നേതാവിനെയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു കൂട്ടായ്മ ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ ഉള്ളൊരു ശ്രമം രാഷ്ട്രീയമായി നടക്കുന്നു. സ്വഭിപ്രായം തുറന്നു പറയുന്ന സാധാരണ ജനങ്ങൾക്ക് ഇവിടെ എന്ത് രക്ഷ എന്ന് ചോദിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ തൻ്റെ വിമർശനങ്ങൾ നടത്തുന്നത്. വിമർശനങ്ങളോടുള്ള അതിരുവിട്ട അസഹിഷ്ണുത നമ്മുടെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ നടപടിയെ ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ നോക്കിക്കാണാനും ശക്തമായി പ്രതികരിക്കാനും ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം മുന്നോട്ട് വരണം എന്നാണ് പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. സമാനമായൊരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട് എന്ന് ഒരു വശത്ത് അവർ പറയുമ്പോൾ, നീതി കിട്ടും എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയമായി ഇതിനെ മറ്റു തരത്തിൽ പ്രതിപക്ഷവും ആക്രമിക്കുന്നു. അദാനിക്കെതിരെ ശബ്ദമുയർത്തിയതുകൊണ്ടാണ് അത് BJPയെ രാഹുൽ അലോസരപ്പെടുത്തിയത്. അങ്ങനെ അലോസരപ്പെടുത്തിയതിൻ്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ അയോഗ്യനാക്കപ്പെട്ടത് എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിലപാട്. അതേസമയം ഇതിന് രാഷ്ട്രീയമായി പ്രതിപക്ഷവും CPM-ഉം എല്ലാം ഒരേ ശബ്ദത്തിൽ പ്രതിഷേധിക്കുമ്പോൾ BJP ഇതിനെ പ്രതിരോധിക്കാനായി രംഗത്ത് വരുന്നു. കെ സുരേന്ദ്രൻ പറയുന്നത് ഇത് ഒരു പുതിയ സംഭവമല്ല, നിരവധി ആളുകൾ ഇത്തരത്തിൽ അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇതിനെതിരെ CPM-ആണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധമാണ് സുരേന്ദ്രൻ ഇതിൽ രാഷ്ട്രീയമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നിയമപരമായ പോരാട്ടത്തിനപ്പുറം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒന്ന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഭരണകൂടം എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വലിയ വിമർശനം ആണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനെ പിന്തുണയ്ക്കുന്ന സമീപനം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. രാജ്യത്തെ ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ശബ്ദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള BJP നീക്കമാണ് രാഹുലിന് എതിരായ നടപടിയെന്ന് P. ഗഗാറിൻ. ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന അപകടകരമായ അവസ്ഥയെന്നും CPIM വയനാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള BJP ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി എന്നുള്ളതിൻ്റെ പേരിലുള്ള കേസും ആ കേസിൽ അദ്ദേഹത്തെ 2 വർഷം ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി വിധിയും ആ കോടതി വിധിയെ തുടർന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള നിലപാടും എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും അപകടകരമായ, ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ കശാപ്പ് ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായ നടപടി കേന്ദ്ര സർക്കാരിന്റെയും ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെയും വൃത്തികെട്ട ധൃതിയുടെ ഭാഗമെന്ന് ഷാഫി പറമ്പിൽ. ഇത് മുൻകൂട്ടിയുള്ള തിരക്കഥയ്ക്ക് അനുസരിച്ചുള്ള നാടകമാണ്. മതേതര ഇന്ത്യയിൽ രാഹുൽ യോഗ്യൻ എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന് എതിരായ നടപടികളെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. നല്ലൊരു വൃത്തികെട്ട ധൃതിയാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇന്ത്യൻ ലോക്സഭയിലെ സെക്രട്ടേറിയറ്റ് സ്പീക്കറുടെ നേതൃത്വത്തിലുള്ളവർ കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒരു തിരക്കഥയുടെ ഭാഗമായിരുന്നു എന്ന് ആര് വിശ്വസിച്ചാലും അവരെ കുറ്റം പറയാൻ കഴിയാത്ത തരത്തിൽ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഈ ഭരണം അത് RSSും സംഘപരിവാറും മോഡിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അദാനിക്ക് വേണ്ടിയാണ് എന്നുള്ളത് വ്യക്തമാണ്.
രാഹുൽ ഗാന്ധിയെ വേട്ടയാടാനുള്ള അവരുടെ ശ്രമത്തിന് കുറേ വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിനെ ഭയപ്പെടാതെ ആർജവത്തോടെ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് രാഹുൽ ഗാന്ധി ഇതിനിരയാവേണ്ടി വരുന്നത്. ഈ വൃത്തികെട്ട ധൃതി അത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമില്ലാത്തതിൻ്റെ പേരിൽ, അദ്ദേഹത്തെ ഭയപ്പെടുന്നതിൻ്റെ പേരിൽ, അദ്ദേഹം നിരന്തരം അദാനി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഉന്നയിക്കുന്ന ആർജവത്തോടെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുടെ പേരിലാണ് എന്നുള്ളതും വ്യക്തം. ബിജെപിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ അവർ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് സാദിഖ് അലി തങ്ങൾ. അപ്പീൽ സമയം നൽകാതെ അയോഗ്യനാക്കിയത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നടപടിയെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അധികാരത്തിലേക്ക് വരാൻ അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ജനാധിപത്യ നീക്കങ്ങളെ അവർ ഇല്ലാതാക്കുന്നത്. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി ഇവിടെ അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അതിനെ ശക്തമായി നേരിടുന്നുണ്ട്. നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും നേരിടുന്നുണ്ട്. ജനാധിപത്യപരമായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്ക് കരുത്ത് പകർന്നുകൊണ്ട് തന്നെ പിന്നിലുണ്ടാവും. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടി പ്രതിപക്ഷ ഐക്യത്തിന് കരുത്തു പകരുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. നടപടി ജനാധിപത്യ വിരുദ്ധമാണ്. വിധി മരവിപ്പിക്കും എന്നാണ് പ്രതീക്ഷയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. 4 ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ച ഒരു ജനപ്രതിനിധിയെ, അതും രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാളെ ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിയും വെച്ച് അപ്പീലിന് സമയമുണ്ട്, അപ്പീലിന് സമയം കൊണ്ട് കാക്കുന്നില്ലല്ലോ. 1 മാസം ഉണ്ടായിരുന്നു. മിനിറ്റ് വെച്ച് പുറത്താക്കുക. അപ്പോൾ അവർക്ക് നല്ല പേടി രാഹുൽ ഗാന്ധിയെ ഉണ്ട് എന്നുള്ള കാര്യം ക്ലിയറാണ്. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പരാതി. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്ക് മാർഗരേഖ വേണമെന്നും നിർദ്ദേശം ഉണ്ട്. കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, DMK, BRS ഉൾപ്പെടെ 14 രാഷ്ട്രീയ പാർട്ടികളാണ് ഹർജിക്കാർ. ഹർജി ഏപ്രിൽ 5 കോടതി പരിഗണിക്കും. തലസ്ഥാനത്ത് സ്കൂളുകളിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു. പരിശോധനകൾ ശക്തമാക്കിയതോടെ ഒട്ടുമിക്ക സ്കൂളുകളിലെയും പെൺകുട്ടികളാണ് ലഹരി മാഫിയ സംഘങ്ങളുടെ കാരിയർ. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. പോലീസും എക്സൈസ് സ്ക്വാഡുകളും പരിശോധനകൾ ശക്തമാക്കിയതോടെയാണ് ലഹരിക്കടത്ത് സംഘങ്ങൾ പെൺകുട്ടികളെ ക്യാരിയറാക്കാൻ തുടങ്ങിയത്. പ്രണയം നടിച്ച് പെൺകുട്ടികളെ ആദ്യം വലയിലാക്കും. പിന്നീട് അവർ പോലും അറിയാതെ അവർ ലഹരിക്കടത്ത് സംഘങ്ങളുടെ പ്രധാന കണ്ണിയായി മാറും. തലസ്ഥാനത്തെ ചില സ്കൂളുകളിൽ ലഹരി മാഫിയ സംഘങ്ങൾ പിടിമുറുക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. 12ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ ക്യാരിയറാക്കുക മാത്രമല്ല, ലഹരിക്ക് അടിമപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ചില കുട്ടികൾ ഞങ്ങളോട് പങ്കുവച്ചത്. സ്കൂൾ വിടുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങളിലും ബസ് സ്റ്റോപ്പുകളിലും പെൺകുട്ടികൾക്കായി അവർ കാത്തു നിൽക്കും. പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിൽ തന്നെ കൂടെ പോകുമെങ്കിലും പിന്നീട് കൈവശമുള്ള മറ്റൊരു വേഷത്തിലേക്ക് മാറും. പ്രണയം നടിച്ചാണ് യുവാക്കൾ പെൺകുട്ടികളെ സമീപിക്കുക. പിന്നീട് ലഹരി നൽകി ഇവരെ വലയിലാക്കും. അതിനുശേഷം ലഹരി കടത്താനും ഇവരെ ഉപയോഗിക്കും. ഈ കാര്യങ്ങൾ ക്യാരിയറായിരുന്ന പെൺകുട്ടിയുടെ സുഹൃത്ത് തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. എങ്ങനെയാണ് ഈ സാധനം കൈ കിട്ടുന്നത്? അതെനിക്കറിയത്തില്ല. അത് ഒരുപക്ഷെ ചേട്ടന്മാർ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അത് അവരുടെ കമ്പനി വഴിയായിരിക്കാം. അതൊന്നും എനിക്കറിയത്തില്ല. കുറെ കമ്പനികളുണ്ട്, മുക്കിലും മൂലയിലും ആയിട്ട് കുറെ ചേട്ടന്മാരുണ്ട്. അങ്ങനെ കുറെ പേര് സ്കൂൾ വിട്ടുവരുന്ന പരിസരങ്ങളിൽ ഇവര് ബൈക്കിൽ വന്ന് നിർത്തുകയും ഇവരെ വിളിച്ചോണ്ട് പോവുകയും ചെയ്യുന്നത്, അതാണോ പരിപാടി? ഇന്ന് തന്നെ ഒരു കൂട്ടുകാരി അങ്ങനെ കയറി പോയതേ ഉള്ളൂ.
അങ്ങനെ തന്നെയാണ്. ബൈക്കിൽ വരും പോവും, ചെറിയ ചേട്ടന്മാരൊക്കെ കാറിൽ വരും, ഇവിടെമാർ കയറി പോവും. അങ്ങനെയാണ്. ഇപ്പം ഈ ടീച്ചേഴ്സ് ആരും ബാഗൊന്നും പരിശോധിക്കാറില്ല. അപ്പം ഇത്തരത്തിൽ ഇവർ ബാഗിൽ ബാഗിലല്ല വെക്കാൻ ഏറ്റവും കൂടുതൽ. ഒരു പെൺകുട്ടിക്ക് പ്രീവിയസ് ആയിട്ട് കുറച്ച് പാർട്സ് ഉണ്ട്, അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ്. കാരണം അവിടെ ആരും ചെക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് അവിടെയൊക്കെയാണ് സൂക്ഷിക്കാറ് ഏറ്റവും കൂടുതൽ. ഇത്തരത്തിൽ ഇതിനു മുമ്പ് ചില കുട്ടികൾ ഇതിന് അടിമപ്പെട്ട് ഇപ്പോൾ ചില സെന്റേഴ്സുകളിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അപ്പം അവരുടെയൊക്കെ അവസ്ഥ അതിൽ നിന്ന് മാറാൻ ഭയങ്കര, എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ ഉണ്ട്, അവള് ഇപ്പോൾ ഭയങ്കരമായിട്ട് മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, നമുക്കതില്ലാതെ പറ്റാത്തൊരവസ്ഥ. എക്സാം ഹാളിൽ വന്നിട്ട് കിടന്ന് ഉറങ്ങുക, എക്സാം എഴുതാനുള്ളൊരു ബോധമില്ല. അങ്ങനെ അവക്കായിട്ട് സ്വയമായിട്ട് എഴിച്ച് ഇരിക്കാൻ പോലും വയ്യാത്ത കുട്ടി ഇത്തരത്തിൽ കാരിയർ ആയിരുന്നു. അവളിങ്ങനെ വലിക്കുമായിരുന്നു. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ട അറിവേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇതേപോലെയാണ് സംഭവം. അത് അവളിവിടെ താമസിച്ചിരുന്നത് ഒരു സ്ഥലത്താണ്, അവിടുത്തെ ചേട്ടന്മാരാണ് കൊടുത്തോണ്ടിരുന്നതെന്നാണ് ഞങ്ങളിത് പറഞ്ഞത്. ഇത്തരത്തിൽ ഇനിയും കുട്ടികൾ ഇതിൻ്റെ അകത്ത് കാരിയർ ആക്കുന്നുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. സ്കൂൾ പരിസരത്ത് പിങ്ക് പോലീസിന്റെ സാന്നിധ്യമുണ്ടെങ്കിലും പോലീസിനെ കാണുമ്പോൾ യുവാക്കൾ പേടിച്ചോടുകയാണ് പതിവ്. മാത്രമല്ല 2 പേരെ മാത്രമാണ് ഡ്യൂട്ടിക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവരുടെ കണ്ണു വെട്ടിച്ചാണ് പെൺകുട്ടികളെ വലയിലാക്കുന്നത്. സ്കൂളുകളിൽ പിടിക്കപ്പെടുന്ന ലഹരി കേസുകളിൽ പലതും മറച്ചുവെക്കുകയോ ഒതുക്കി തീർക്കുകയാണ് പതിവ്. കുട്ടികളുടെ ഭാവി, രക്ഷിതാക്കളുടെ മാനഹാനി, സ്കൂളിൻ്റെ സൽപ്പേര്, ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോഴും ഒരു കാര്യം ഓർക്കുക, ലഹരി മാഫിയ സംഘങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ പിടയുന്നത് നമ്മുടെ കുട്ടികളാണ്, നാടിൻ്റെ ഭാവിയാണ്. ക്യാമറമാൻ സന്തോഷ് കുമാറിനും സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റാണ് ലക്ഷ്യമിടുന്നത് എന്ന് വി.ഡി. സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ ചുമതല തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം വിലയിരുത്താൻ ശ്രമിക്കാതിരുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വിജയത്തെയും പരാജയത്തെയും പഠിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞങ്ങൾ മുന്നൊരുക്കം ആരംഭിച്ചു, പാർലമെന്റിലേക്കുള്ള മുന്നൊരുക്കം ആരംഭിച്ചു. എന്നെ തന്നെയാണ് ചുമതല KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പരാജയമുണ്ടാകുമ്പോൾ നമ്മൾ വിലയിരുത്തണമെന്ന് പറയും, അത് മാത്രം പോരാ, വിജയമുണ്ടാകുമ്പോഴും വിലയിരുത്തണം. എന്തുകൊണ്ട് അത്രയും വലിയ വിജയം ഉണ്ടായെന്ന് അസസ് ചെയ്യണം. അത് കൃത്യമായി അസസ് ചെയ്തിരുന്നെങ്കിൽ അസംബ്ലിയിൽ ജയിക്കാൻ ഇതും പോരാ, വേറെ വേണം എന്ന് മനസ്സിലായേനെ, തിരിച്ചറിവ് നമുക്കുണ്ടായേനെ. ഇത് ആ ഒരു ഉറപ്പായിട്ട് ഈ ഒരു പാറ്റേണിലാണ് ജയിക്കാൻ പോകണമെന്നുള്ളൊരു ഇതിലേക്ക് പോയി. അപ്പോൾ വിജയത്തെ പഠിച്ചില്ല എന്നുള്ളതാണ്, പാർലമെന്റ് ഇലക്ഷനിലെ വിജയത്തെ പഠിച്ചില്ല എന്നുള്ളതാണ് ഈ വലിയ തോൽവിക്ക് കാരണമായിട്ട് ഇതൊരു പേഴ്സണൽ അസസ്മെന്റ് ആണ്. ഞങ്ങളിപ്പോൾ പറയും ഞങ്ങളുടെ കണ്ണ് 20ാമത്തെ സീറ്റിലാണ്, പോയ 20ാമത്തെ സീറ്റിലാണ് എന്ന് പറഞ്ഞാൽ പോയ 20ാമത്തെ സീറ്റ് പിടിക്കാൻ പോകുമ്പോൾ കക്ഷത്തിലിരിക്കുന്ന 19 സീറ്റ് പോകാൻ പാടില്ല, ഉത്തരത്തിലിരിക്കുന്ന 20ാമത്തെ സീറ്റ് എടുക്കാൻ പോകുമ്പോൾ. കോൺഗ്രസ് നേതാക്കൾക്ക് ഫാരിസ് അബൂബക്കറുമായി ഒരു ബന്ധവുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ റെയ്ഡ് നടന്നു എന്നതുകൊണ്ട് മുൻവിധിയോടെ വിമർശിക്കില്ല. മുഖ്യമന്ത്രിക്ക് ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ട്, അതുകൊണ്ട് അവിടെയുള്ള സാധനങ്ങൾ എല്ലാം മുഖ്യമന്ത്രിയുടേതാണ് എന്ന് പറയാനാവില്ല. വിശ്വാസയോഗ്യമായ കാര്യമേ പ്രതിപക്ഷം പറയൂ, അതുകൊണ്ട് പിന്നീട് തിരുത്തേണ്ടി വരാറില്ലെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചു. കോൺഗ്രസിലെ ഒരു നേതാക്കളുമായിട്ട് ഫാരിസ് അബൂബക്കറിന് ഒരു ബന്ധമില്ല. ഇപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി പറയുന്നത് ശരിയല്ലല്ലോ. ഫാരിസ് അബൂബക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പണ്ട് മുതലേ അറിയാം. അതുകൊണ്ട് ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയാൽ അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പിണറായി വിജയന്റെയാണെന്ന് ഓഫ് ഹാൻഡായിട്ട് പറയില്ല. നിങ്ങൾ പ്രതിപക്ഷം കേരളത്തിലെ, ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് നിങ്ങളോട്, എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പോടുകൂടി മാത്രമേ പറയില്ല. വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി P.A. മുഹമ്മദ് റിയാസ്. വ്യക്തിപരമായി പ്രതിപക്ഷ നേതാവുമായി ഒരു വിരോധവുമില്ല. ഒറ്റയ്ക്കടിക്കാൻ വന്നാൽ
നോക്കിയിരിക്കില്ല, രാഷ്ട്രീയമായി നേരിടുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അത് വ്യക്തിപരമായിട്ട് പറഞ്ഞു പോകണ്ട. അതുപോലെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് പ്രയാസം വരും. പ്രയാസം വന്ന ഒരു 10-15 ആൾ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ പത്രസമ്മേളനം നടത്തി പറയാൻ. വെറുതെ അതിലേക്ക് പോകണോ? അതിലേക്ക് പോയിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ആളുകൾക്ക് അറിയുന്ന കാര്യം. പേപ്പറിൽ ചെയ്യുമ്പോൾ ഇന്ന പറയരുത്, അല്ലെങ്കിൽ മറുപടി പറയുമ്പോൾ ഇന്ന പറയരുത് എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഒരു മന്ത്രിയുടെ ജനാധിപത്യ അവകാശത്തെ കൈകടത്തല്ലേ? ഞങ്ങളുടെ നേരെ കുതിരകയറാൻ വന്നാൽ മന്ത്രിമാർ അങ്ങനെ പറയരുത്, മന്ത്രിമാരിങ്ങനെ പറയരുത്, ഞങ്ങൾ എന്തും പറയും, ഞങ്ങൾ ഏത് സമയത്ത് എന്തും പറയും, മന്ത്രിമാരെങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞാൽ പറയില്ല എന്ന് കരുതരുത്. ശക്തമായിട്ട് ഞങ്ങൾ പറയും. നേരത്തെ ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു വി ഡി സതീശന്റെ വിമർശനങ്ങൾ. അതിനുള്ള മറുപടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത്. ഇടവേള. 5 മണി വാർത്ത തുടരുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക്. ഇന്ത്യയിൽ ജനാധിപത്യം തുടരുമോ അതോ നിയന്ത്രിത ജനാധിപത്യത്തിലേക്ക് ഇന്ത്യ മാറുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന സംഭവവികാസങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളും ആഴ്ചകളുമായി ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഘട്ടത്തിൽ ജനാധിപത്യത്തെ നിയന്ത്രിക്കാനുള്ള മോഡി സർക്കാരിൻ്റെ ആസൂത്രിതമായ നീക്കങ്ങൾക്കെതിരെ എല്ലാ ഭിന്നതയും മറന്നുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ജനാധിപത്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട സമയമാണെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. രാഹുൽ ഗാന്ധിക്കെതിരായി ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കാൻ തുടങ്ങിയ വർഷങ്ങളായി. BJPയും നരേന്ദ്രമോദിയും എന്തുകൊണ്ടോ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് തുടരെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പേ കർണാടകയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ സ്വാഭാവികമായി ഒരു സ്റ്റേറ്റിൽ ഒരു സംഭവം ഉണ്ടായാൽ ആ സ്റ്റേറ്റിലാണ് കേസെടുക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിലെ സൂററ്റിൽ കേസെടുക്കുന്നു. ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി ശ്രീനഗറിൽ നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിന്റെ പേരിൽ കാശ്മീർ പോലീസ് പരാതിയില്ല, അവർ കേസെടുക്കുന്നില്ല. കേസെടുക്കുന്നത് ഡൽഹിയിലെ പോലീസ്, അതും 40 ദിവസം കഴിഞ്ഞിട്ട്. 30-ലേറെ കേസുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി രാഹുൽ ഗാന്ധിക്കെതിരായി BJPയും RSSും ഇപ്പോൾ തന്നെ കോടതികൾ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുക, അതിനുവേണ്ടി ഏതറ്റം വരെ പോകും എന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് തീരുമാനമെടുത്ത സൂററ്റ് കോടതി തന്നെ 30 ദിവസത്തേക്ക് കോടതി വിധി സ്റ്റേ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ, അപ്പീൽ കൊടുക്കാനുള്ള അവസരം നൽകിയ സാഹചര്യത്തിൽ അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പോക്ക് എങ്ങോട്ടാണ്? ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമല്ല, കോൺഗ്രസിന്റെ പ്രശ്നമല്ല. BJPക്കെതിരായി, കേന്ദ്ര ഗവൺമെന്റിനെതിരായി, പ്രധാനമന്ത്രിക്കെതിരായി സമരം ചെയ്യുന്നവർക്കെതിരെ, ശബ്ദിക്കുന്നവർക്കെതിരെ അവരെ നിശബ്ദരാക്കാനുള്ള സംഘടിതമായ ഭരണകൂടത്തിന്റെ എല്ലാ മിഷനറിയും നീങ്ങുകയാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം,
ഒരുമിച്ച് പടക്കളത്തിലേക്ക് ഇറങ്ങണം. ഇന്ത്യൻ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനും ഇന്ത്യയിൽ ഒരു കൺട്രോൾ ഡെമോക്രസി, നിയന്ത്രിത ജനാധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കത്തെ എല്ലാ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹായത്തോടുകൂടി എതിർത്ത് പരാജയപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ത്യയിൽ നിയന്ത്രിത ജനാധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നത് എന്ന വിമർശനമാണ് AK ആന്റണി ഉന്നയിച്ചത്. ഇടവേള. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചതിനെതിരായ കേസിൽ ഗവർണർക്ക് തിരിച്ചടി. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കി. നടപടി ചട്ടവിരുദ്ധമെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു. സെനറ്റ് അംഗങ്ങൾ തനിക്കെതിരെ നിഴൽ യുദ്ധം നടത്തുകയാണ് എന്ന് ഗവർണർ ഹൈക്കോടതിയിൽ വാദിച്ചു. എന്നാൽ പ്രീതി എന്ന ആശയം നിയമപരമായി മാത്രമാണ് പ്രയോഗിക്കാനാവുക എന്നും വ്യക്തി താൽപര്യത്തിൽ നടപ്പാക്കാനാകില്ലെന്നും കോടതി ആവർത്തിച്ചു. സർവകലാശാലകളുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുന്നതാണ് കോടതി വിധിയെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള ബില്ലുകൾ നിയമസഭയിൽ പാസാക്കപ്പെട്ടിട്ടും അത് ഒപ്പുവയ്ക്കാത്ത നിലയിൽ അവശേഷിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള നിർഭാഗ്യകരമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു രജത രേഖ പോലെയാണ് ഈ കോടതി വിധി വന്നിട്ടുള്ളത്. 15 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ള ഗവർണറുടെ കൽപ്പന നൾ ആൻഡ് വോയിഡായിട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരെ തിരിച്ചെടുക്കുന്ന രീതിയിലാണ് വിധി വന്നിട്ടുള്ളത്. അത് ആശ്വാസകരമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമാണ്. കേരള സർവകലാശാലയിലെ സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഹൈക്കോടതി വിധി ഒരേ സമയം സർക്കാരിന് ആശ്വാസവും ഗവർണർക്ക് തിരിച്ചടിയുമാണ്. സർവകലാശാലകളിൽ ഗവർണറുടെ അനാവശ്യ ഇടപെടൽ എന്ന സർക്കാർ ആരോപണം ശരിവയ്ക്കുന്നതാണ് ഹൈക്കോടതി വിധി. നേരത്തെ KTU സിൻഡിക്കേറ്റ് തീരുമാനം സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടിയും കോടതി റദ്ദാക്കിയിരുന്നു. ഇത് രണ്ടാം തവണയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനങ്ങൾക്ക് ഹൈക്കോടതി കൂച്ചുവിലങ്ങിടുന്നത്. സർവകലാശാലകളിൽ ഇടപെടുന്നതിന് ഗവർണർക്ക് പരിമിതിയുണ്ട്. അത് മറികടന്ന് ഗവർണർ ഇടപെടുന്നു എന്നതായിരുന്നു സർക്കാർ ആരോപണം. അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഹൈക്കോടതി വിധിയും. ഒരേ സമയം സർക്കാരിന് ആശ്വാസവും ഗവർണർക്ക് തിരിച്ചടിയുമാണ് ഹൈക്കോടതി വിധി. 15 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ള ഗവർണറുടെ കൽപ്പന നൾ ആൻഡ് വോയിഡായിട്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് അവരെ തിരിച്ചെടുക്കുന്ന രീതിയിലാണ് വിധി വന്നിട്ടുള്ളത്. അത് ആശ്വാസകരമാണ്. കേരള സർവകലാശാല VCയെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഗവർണർ ആവർത്തിച്ചാവശ്യപ്പെട്ടപ്പോൾ സെനറ്റ് അംഗങ്ങൾ തീരുമാനമെടുക്കാത്തതോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാട് കടുപ്പിച്ചത്. യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന 15 സെനറ്റ് അംഗങ്ങളെ പുറത്താക്കി. മുഴുവൻ സെനറ്റ് അംഗങ്ങളെയും സർവകലാശാലയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ചാൻസലർക്ക് താൽപര്യം നഷ്ടമായാൽ അംഗങ്ങളെ പിൻവലിക്കാമെന്ന വ്യവസ്ഥ അനുസരിച്ചായിരുന്നു ഗവർണർ സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചത്. സെനറ്റ് അംഗങ്ങൾ തനിക്കെതിരെ നിഴലുദ്ധം നടത്തുകയാണെന്നാണ് ഗവർണർ ആരോപിച്ചത്. ചാൻസലറായ തനിക്കെതിരെ പ്രവർത്തിക്കാനാണ് സെനറ്റ് ശ്രമിച്ചതെന്നും ഗവർണർ ആരോപിച്ചിരുന്നു. എന്നാൽ കേസിൽ ഹൈക്കോടതി വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷം അപ്പീൽ സാധ്യത പരിശോധിക്കുമെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. അരിക്കൊമ്പന് തളയ്ക്കാൻ വൈകും. അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം സംബന്ധിച്ച നിയമ നടപടികളിൽ പഞ്ചായത്തുകൾ കക്ഷി ചേരും. ചിന്നക്കനാൽ പഞ്ചായത്ത് വിളിച്ച അടിയന്തര സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. പ്രതിഷേധവുമായി മുന്നോട്ടു പോകും. വിവിധ ഇടങ്ങളിൽ യോഗം ചേരും. ഹർജി നൽകിയത് കപട മൃഗസ്നേഹികൾ എന്നും സർവകക്ഷി യോഗം വിലയിരുത്തി. കോടതി ഇടപെടലിനെ തുടർന്ന് ദൗത്യം നീട്ടിവെച്ചതോടെ പ്രദേശവാസികൾ കനത്ത പ്രതിഷേധത്തിലാണ്. എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത സമയത്ത് ഈ ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു വിധിയെ കാണുന്നത്. എന്തായിരുന്നാലും ഈ കൊമ്പന്മാർ പിടിച്ചോണ്ട് പോവുക തന്നെ ചെയ്യണം. അപ്പം ഇത് പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ ഞങ്ങളും സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിർഭാഗ്യകരമായി പോയി കോടതി വിധി എന്ന് വെച്ചാൽ അത്ര സന്നാഹത്തോടുകൂടി ഈ കാര്യങ്ങൾ നടത്താമെന്നാണ് ഉദ്ദേശിച്ചിരുന്ന ഈ സമയത്ത് ഇത് വളരെ ഖേദകരമാണ്. തമിഴ്നാട്ടില് அந்த ஆனை கொண்டு அந்த உடனே வெடி வைக்கிறாங்க. புலியை அடித்தாலும் கொல்றாங்க, புலியை கொல்றாங்க. ஏன் இங்கே அங்கே எல்லாம் இந்தியா தானே, அங்கே ஒரு சட்டம் இங்கே ஒரு சட்டமாக இருக்குது. சும்மா கோடதி எல்லாம் பேசிடலாம், சொல்லிடலாம், சட்டம் எல்லாம் பேசலாம். ஆனால் வந்து பார்க்கணும், இங்கே வந்து பார்த்தா தான் அவங்களுக்கு உள்ளது தெரியும்.
സങ്കടം ഉണ്ടാക്കുന്നൊരു വിധിയാണ്. അപ്പോൾ ഇനി മുമ്പോട്ട് എങ്ങനെ പോകണമെന്നറിയില്ല. എന്തായാലും സർവകക്ഷി യോഗം സാന്തമ്പാറ പഞ്ചായത്തുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് സർവകക്ഷി യോഗം കൂടി ബാക്കി നിയമപരമായിട്ടും സമരപരിപാടികളായിട്ടും മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. അരിക്കൊമ്പനെ പിടികൂടുന്നത് നീട്ടിവെച്ച നടപടിയിൽ കോടതിയെ ഗൗരവം ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചതായും വനം മന്ത്രി. അരിക്കൊമ്പൻ വിധി നീക്കിക്കിട്ടാൻ ഉള്ള നടപടി ചർച്ച ചെയ്തതായും മന്ത്രി അറിയിച്ചു. കോടതി നിർദ്ദേശം പരിപൂർണമായി പാലിക്കുമെന്നും സർക്കാർ ജനങ്ങൾക്ക് ഒപ്പമുണ്ടാകും എന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവികൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, കാടും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ മനുഷ്യൻ മരിച്ചു വീഴുകയും ചെയ്യുമ്പോൾ ആർക്കുമുള്ള ഒരു അവകാശമാണ് സ്വയം രക്ഷയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ. ഇവിടെ വനം വകുപ്പ് ആ മേഖലയിലെ ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതൊരു നിയമലംഘനമായി വ്യാഖ്യാനിക്കപ്പെടുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് 29-ാം തീയതി വാദം കേൾക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ കൈവശമുള്ള എല്ലാ രേഖകളും കോടതിയെ ബോധ്യപ്പെടുത്തി അനുകൂലമായ ഉത്തരവ് നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നും അങ്ങനെ ശ്രമിച്ചാൽ അനുകൂല വിധി ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് നമുക്കെല്ലാം ഉള്ളത്. ദൗത്യത്തിനായുള്ള ഒരുക്കങ്ങൾ ഒരു വഴിക്ക് മുന്നേറുമ്പോൾ തേയിലച്ചെരുവുകളിൽ വിലസുകയാണ് അരിക്കൊമ്പൻ. പെരിയ കനാലിലെ വീടുകൾ തകർത്ത് അടുത്ത ദൗത്യത്തിനായുള്ള ഒരുക്കത്തിലാണ് ഇവൻ. മതികെട്ടാൻചോലയിലെ കൊമ്പന്മാരിൽ രാജാവാണ് അരിക്കൊമ്പൻ. നാടിനെ വിറപ്പിക്കുന്ന ചക്കക്കൊമ്പനെയും മൊട്ടവാലനെയുമൊക്കെ പലപ്പോഴും നയിക്കുന്നവനെന്നാണ് അരിക്കൊമ്പനെ സ്ഥിരമായി നിരീക്ഷിക്കുന്ന വാച്ചർമാരുടെ അഭിപ്രായം. തന്നെ പിടികൂടാൻ വൻ സന്നാഹമൊരുങ്ങുമ്പോഴും അതൊന്നും ഗൗനിക്കാതെ തേയിലച്ചെരുവുകളിലെ കാഴ്ചകൾക്കൊപ്പം ദേശീയപാതയിൽ കുറുമ്പുകൾ കാട്ടി നടക്കുകയാണവൻ. ഏതാനും ദിവസങ്ങളായി പെരിയ കനാൽ മേഖലയിൽ തന്നെ തുടരുകയാണ് അരിക്കൊമ്പൻ. ഇടയ്ക്ക് താഴേക്കിറങ്ങുമെങ്കിലും തിരികെ എത്തും. ഫോറസ്റ്റ് വാച്ചർമാർ സ്ഥിരമായി ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. സിമന്റ് പാലത്തേക്ക് കൊമ്പനെ എത്തിക്കാനാണ് വനം വകുപ്പിന്റെ നീക്കം. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി.